ഈ ഒരു ബില്ല് കണ്ട, ഇതിനകത്ത് ഇതിൻ്റെ അടിയിൽ ACD എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് മിക്കവാറും ബില്ലുകളിൽ ഇത്തവണ വന്നിട്ടുണ്ടാവും. ഈ ഒരു ബില്ലിലാണെങ്കിൽ 2235 രൂപ നമുക്ക് അഡ്വാൻസ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു എമൗണ്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്ന് പറയും. അതായത് ഇപ്പം ഞങ്ങൾ തരുന്ന ബില്ല് 2 മാസത്തെ കറണ്ട് ബില്ലാണ് ഞങ്ങൾ കൊണ്ട് തരുന്നത് ബില്ലായിട്ട്. 2 മാസത്തെ ഉപയോഗത്തിന് ശേഷമാണ് നമ്മൾ ബില്ല് കൊണ്ട് തരുന്നത്. വീണ്ടും കട്ട് ചെയ്യാനായിട്ട് ഡ്യൂ ഡേറ്റ് ഒരു 10 ദിവസവും ഡിസ്കണക്ഷൻ ഡേറ്റ് ഒരു 15 ദിവസമുണ്ട്. അപ്പോൾ വീണ്ടും ഏകദേശം 1 മാസത്തോളം വീണ്ടും ഉണ്ട് അടയ്ക്കാൻ. അപ്പോൾ ആ ഒരു 3 മാസത്തേക്കുള്ള സെക്യൂരിറ്റി എന്നുള്ള രീതിയിലാണ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എമൗണ്ട് ബോർഡിൽ കീപ്പ് ചെയ്യേണ്ടത്. നമ്മുടെ ഉപയോഗം കൂടുമ്പോൾ ഡെപ്പോസിറ്റ് എമൗണ്ട് കൂടുതൽ കീപ്പ് ചെയ്യണം. ഉപയോഗം കുറയുമ്പോൾ ആ ഡെപ്പോസിറ്റ് എമൗണ്ടിൽ നിന്ന് പൈസ റിട്ടേൺ കിട്ടും. ആ കിടക്കുന്ന ഡെപ്പോസിറ്റിന് നമുക്ക് പലിശ തരുന്നതാണ്. ആ പലിശ തിരിച്ച് തന്നേക്കുന്നതിൻ്റെ വീഡിയോ നമ്മൾ ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം നമ്മുടെ ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ബില്ലിൽ എമൗണ്ട് കുറവ് വരുമ്പോൾ ആരും അങ്ങനെ ശ്രദ്ധിക്കില്ല. പക്ഷെ അങ്ങോട്ട് പിടിക്കുന്ന സന്ദർഭങ്ങളിൽ എല്ലാവരും അത് പെട്ടെന്ന് അറിയും. അങ്ങനെ സംഭവിക്കുന്നതാണ്. ആ ഡെപ്പോസിറ്റ് എമൗണ്ടിന് എല്ലാ വർഷവും അസസ്മെന്റ് വരും. അതായത് നമ്മൾ പറഞ്ഞല്ലോ 3 മാസത്തെ ബില്ലിന് തുല്യമായിട്ടുള്ള എമൗണ്ട് അവിടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എമൗണ്ട് കീപ്പ് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഈ വർഷം നമുക്ക് വന്ന ബില്ല് ഒരു 12,000 രൂപയാണെന്ന് വിചാരിക്കാം. അപ്പോൾ 12,000 രൂപയാണെങ്കിൽ 1 മാസത്തെ ബില്ലെന്ന് പറയുന്നത്, 1 മാസത്തെ എമൗണ്ട് എന്ന് പറയുന്നത് 1000 രൂപയായിരിക്കും. അപ്പോൾ 3 മാസത്തേക്കുള്ളത് 3000 രൂപ നമ്മൾ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എമൗണ്ട് കീപ്പ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വർഷം നമുക്ക് വരുന്ന ഉപയോഗം എന്ന് പറയുന്നത് ചിലപ്പോൾ എങ്കിൽ 24,000 രൂപയായിരിക്കും. നേരെ ഇരട്ടിയായി എന്ന് വിചാരിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും 1 മാസത്തെ റേറ്റ് എന്ന് പറയുന്നത് 2,000 രൂപ വരും. അപ്പോൾ ഈ 2,000 × 3 6,000 രൂപ ആ സമയത്ത് നമ്മൾ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എമൗണ്ട് കീപ്പ് ചെയ്യണം. അതായത് നമ്മുടെ ഉപയോഗം എന്താണോ അതിനനുസരിച്ചാണ് ഡെപ്പോസിറ്റ് എമൗണ്ട് കീപ്പ് ചെയ്യേണ്ടത്. സപ്പോസ് നമുക്ക് അതിൻ്റെ അടുത്ത വർഷം വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 6,000 രൂപയെ വന്നുള്ളൂ എന്ന് വിചാരിക്കാം. അപ്പോൾ 1 മാസത്തെ എമൗണ്ട് 500 രൂപ എന്ന് കൂട്ടാം. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് 3 മാസത്തെ 1,500 രൂപ മതി. നമ്മളവിടെ കിടന്നിട്ട് 3,000 രൂപയാണ്. അപ്പോൾ ഡെപ്പോസിറ്റ് എമൗണ്ടിൽ നിന്ന് 1,500 രൂപ നമുക്ക് റിട്ടേൺ കിട്ടും. അത് കൺസംഷൻ്റെ അനുസരിച്ചാണ്. നമ്മൾ ആദ്യം പറഞ്ഞ 6,000 രൂപ മൊത്തം അടയ്ക്കേണ്ടി വരില്ല. നമ്മൾ 3,000 രൂപ ഡെപ്പോസിറ്റ് എമൗണ്ട് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ള എമൗണ്ടാണ് നമ്മൾ 3,000 കൂടെ അടയ്ക്കേണ്ടി വരുന്നത്. ആ പറഞ്ഞ ബാക്കി അടയ്ക്കേണ്ട എമൗണ്ടാണ് ഈ പറഞ്ഞ ACD എന്നുള്ള പേരിൽ ബില്ലിൽ വരുന്ന എമൗണ്ട്. അപ്പോൾ ACD എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക.